ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണ ചടങ്ങുകൾ ആലുവയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറപ്പുറത്ത് തുടക്കവുമായിട്ടുണ്ട്. ബലിതർപ്പണത്തിന് വേണ്ടി 116 ബലിത്തറകളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ബലിതർപ്പണം നാളെ വരെ നീളും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പെരിയാറിന്റെ തീരത്ത് നിന്ന് ശ്യാം പ്രസാദ് ഉത്തമൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, ആലുവ ശിവരാത്രി മണപ്പുറം എന്ന് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. സാധാരണയിൽ മറ്റിടങ്ങളിലുള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ശിവരാത്രി ദിനത്തിൽ ആലുവയിൽ ബലിതർപ്പണത്തിന് നിരവധി ആളുകൾ എത്താറുണ്ട്. വലിയ തിരക്കാണോ? അതായത് ഈ ആലുവയിലെ ശിവരാത്രിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ലാല് പറഞ്ഞതുപോലെ തന്നെ ആലുവ ശിവരാത്രി മണപ്പുറം എന്ന് തന്നെയാണ് പറയുന്നത്. പണ്ട് ശ്രീരാമൻ ഇവിടെ ജടായുവിന് വേണ്ടി ബലി അർപ്പിച്ചു എന്ന ആ ഒരു ചരിത്രം കൂടി ഉണ്ട് എന്നതാണ് ഒരു വിശ്വാസം. നിലവിൽ ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ തുടക്കമായിരിക്കുന്നു. രാത്രി വലിയ വിളക്കിന് ശേഷമാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്നലെ മുതൽ ഒരിക്കലെടുത്ത് ഇവിടെ വന്ന് പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ജപിച്ച് പൂർണ്ണമായിട്ടും ഉറക്കമുളച്ചുകൊണ്ട് ഭക്തർ പതിനായിരക്കണക്കായ ഭക്തർ ഇവിടെ എത്തിയിരുന്നു. ആ ഭക്തർ രാത്രി 12 മണിയോട് തന്നെ ബലിതർപ്പണങ്ങൾ നടത്തുകയും ചെയ്തു. ഇപ്പോഴും ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി സാധാരണഗതിയിൽ ആലുവയിൽ 2 പ്രധാനപ്പെട്ട ദിവസങ്ങളാണുള്ളത്. ഒന്ന് ശിവരാത്രി, അതോടൊപ്പം തന്നെ മറ്റൊന്ന് കർക്കിടക വാവ്. ഈ 2 ദിനങ്ങളിലായാണ് പ്രധാനമായും ബലിതർപ്പണത്തിന് കൂടുതൽ ആളുകൾ ഈ ആലുവയിലേക്ക് എത്തുന്നത്. അത്തരത്തിൽ ഇന്ന് ശിവരാത്രി ഏറ്റവും കൂടുതൽ ശിവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പിതൃക്കളെ സംബന്ധിച്ചിടത്തോളം പിതൃക്കൾക്ക് ഏറ്റവും കൂടുതൽ മോക്ഷപ്രാപ്തി കിട്ടും എന്ന ഒരു വിശ്വാസം കൂടിയുണ്ട്. ആ വിശ്വാസത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവർ ഇവിടെ എത്തി നോമ്പ് നോറ്റ് രാത്രി മുഴുവൻ ഇവിടെ ഈ ശിവമന്ത്രാക്ഷരങ്ങൾ പഞ്ചാക്ഷരമന്ത്രങ്ങൾ ചൊല്ലി ഈ പിതൃതർപ്പണത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. നിലവിൽ ഇപ്പോൾ ഏകദേശം ആയിരക്കണക്കിന് വരുന്ന ആളുകൾ ഇപ്പോൾ തന്നെ ബലിതർപ്പണം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഞായറാഴ്ച വരെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഏകദേശം 116ഓളം ബലിത്തറകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ ബലിത്തറകളിലെല്ലാം തന്നെ എല്ലാ ഭക്തരും നിറഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ കർക്കിടക വാവിനോട് പോലെ തന്നെ ഏറെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് ഈ ശിവരാത്രിയിലെ ഈ ബലിതർപ്പണവും. അതുകൊണ്ട് തന്നെ ഭക്തരെ സംബന്ധിച്ച് ഇന്നലെ മുതൽ ഇവിടെ എത്തി ഉറക്കമുളച്ച് പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ജപിച്ച് ഇന്ന് രാത്രി അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായത്. എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പെരിയാറിന്റെ തീരത്താണ് ഈ ഭക്തർ ഈ ബലി അർപ്പിക്കുന്നത്. നിലവിൽ ഏകദേശം ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ബലി അർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഞായറാഴ്ച വരെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് ദേവസ്വവും അറിയിച്ചിട്ടുള്ളത്. ശരി, ശ്യാം പ്രസാദ് ഉത്തമനാണ് ആലുവയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകളാണ് ബലിതർപ്പണത്തിന് വേണ്ടി ആലുവയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.